ഇവനെ എന്തോ പറയുന്നതെന്ന് പോലും അറിയത്തില്ല ഗൈസ്. ഇവന്റെ കൂടെ ഞാൻ എങ്ങനെ വീഡിയോ ചെയ്യും ഗൈസ്? പറ ഗൈസ്. സോറി നമ്മുടെ മറ്റൊരു അനദർ എപ്പിസോഡിലോട്ട് വീണ്ടും സ്വാഗതം. പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതമുണ്ട്. നമ്മൾ വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു കിടിലൻ സാധനമായിട്ടാണ് വന്നേക്കുന്നത്. നമുക്ക് ഇന്ന് നമ്മൾ കുറച്ച് കിടിലൻ കണ്ടന്റ്സ് ആയിട്ടാണ് വന്നേക്കുന്നത്, ഞെട്ടിക്കുന്ന കുറച്ച് കണ്ടന്റ്സ്. ഞങ്ങൾ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് നൈസായിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ മച്ചന്മാരെ, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയാം, ഒരു പൊളി ഐറ്റം സാധനമാണ്. 10 സെക്കൻഡ് കൊണ്ട്, അതായത് വെറും 10 സെക്കൻഡ് കൊണ്ട് എങ്ങനെ സ്റ്റൈലിഷ് ആവാം. 10 സെക്കൻഡ് കൊണ്ട് വെറും ഓർഡിനറി ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് പോലും എക്സ്ട്രാ ഓർഡിനറി ലെവലിലോട്ട് എങ്ങനെ പോകാന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കണ്ടിരിക്കുന്ന മച്ചാന്മാരെല്ലാം പൊളി മച്ചാന്മാരാണെന്ന് നമുക്കറിയാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ കണ്ട് കഴിയുമ്പോഴത്തേന് നിങ്ങൾ കുറച്ചും കൂടെ പൊളിയന്മാരാകും എന്ന് നമ്മൾ പ്രോമിസ് ചെയ്തുകൊണ്ട് ഈ വീഡിയോയിലേക്ക് ഞങ്ങൾ കടക്കുകയാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ? വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ കണ്ടന്റിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് പറയാനുള്ള ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഏറ്റവും സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെയാണെന്നുള്ളതാണ്. നമ്മളെല്ലാവരും യുണീക്കാണ്. നമ്മൾ ഒരിക്കലും മറ്റൊരാളുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കാൻ പറ്റത്തില്ല. നമ്മളായിട്ട് തന്നെ ഇരിക്കുക എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും വലിയ ഒരു സ്റ്റൈലിഷ് ടിപ്പ് എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം തന്നെ അതൊരു കിടിലൻ ടിപ്പായിരുന്നു ഫ്രം മഹാദേവ് ചന്ദ്ര. നമുക്ക് ഏതായാലും അതുപോലെ തന്നെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കാം. അതുകൊണ്ട് തന്നെ നമുക്ക് ഫസ്റ്റ് നമ്മുടെ ടിപ്പിലോട്ട് പോയാലോ? ഏതാണ് നമ്മുടെ ഫസ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഫസ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മൾ ഇന്നത്തെ പറയുന്നത് നമ്മൾ 10 സെക്കൻഡ് കൊണ്ട്, വെറും 10 സെക്കൻഡ് കൊണ്ട് എങ്ങനെ സ്റ്റൈലിഷ് ആകുന്നുള്ളതാണ്. ആദ്യത്തെ 10 സെക്കൻഡ് കൊണ്ട് സ്റ്റൈലിഷ് ആകാനുള്ള ടിപ്പ് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ഇത് തന്നെയാണ് റോൾ അപ്പ് യുവർ സ്ലീവ്സ്. അതായത് നമ്മുടെ സ്ലീവ്സ് റോളപ്പ് ചെയ്ത് വയ്ക്കുക. അച്ഛന്മാരെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, നമുക്കെല്ലാവരും ജിമ്മന്മാരൊന്നും അല്ല, നമുക്കെല്ലാവർക്കും മസിൽ ഉണ്ടാകണമെന്നില്ല. പക്ഷേ ഇത് ഒരിക്കലും നമ്മൾ ഒരു കൈയില്ലാത്ത ഒരു വ്യക്തിയെ കൊണ്ടോ അല്ല കൈ വളരെ സൈസ് ഇല്ലാത്ത ഒരാളുടെ കൈ വലുതാക്കാനല്ല നോക്കുന്നത്. ഇത് ജസ്റ്റ് ഒരു ഇലൂഷനാണ്. അത് നിങ്ങൾക്ക് ജസ്റ്റ് നമ്മൾക്ക് ഇത് കാണിച്ചു തരുമ്പോൾ തന്നെ മനസ്സിലാവും അല്ലേ? അതെ, നമ്മുടെ കൈക്ക് വലിപ്പം ഉണ്ടെങ്കിലും കൈക്ക് വലിപ്പം ഇല്ലെങ്കിലും നമ്മുടെ കൈ വലുതാണ്, ഇല്ലെങ്കിൽ നമ്മൾ സെക്സി ആണെന്നുള്ള ഒരു ഇലൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു ടെക്നിക്കാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. അതായത് നമ്മുടെ ട്രൈസെപ്സ് മൊത്തം എക്സ്പോഷർ കൊടുക്കത്തക്ക രീതിയിൽ നമ്മൾ ഈ കൈ കയറ്റി വയ്ക്കുക. അതിൻ്റെ ഒരു വ്യത്യാസം നിങ്ങൾക്ക് കാണണമെങ്കിൽ ഞാൻ എൻ്റെ ഇപ്പുറത്തെ കൈ താത്തിയിടാം, എന്നിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ ചേഞ്ച് നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ബിഫോർ ആണ് ഗൈസ്. അതായത് നമ്മൾ കൈ റോളപ്പ് ചെയ്യുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു എന്നുള്ള ഒരു വ്യൂ ആണ് ഇത് ഈ സൈഡിൽ. ഇനി നമുക്ക് ആഫ്റ്റർ എങ്ങനെ ഉണ്ടോന്ന് നോക്കാം. നിങ്ങൾക്ക് ചേഞ്ച് ഇപ്പൊ തന്നെ കാണാൻ പറ്റുന്നതാണ്, വളരെ വലിയൊരു ചേഞ്ച് ആണ്. ഇപ്പൊ തന്നെ മനസ്സിലായില്ലേ, ഇത് ബിഫോർ ഗൈസ്. ഇത് പകുതി ഇല്യൂഷൻ ആണ് കേട്ടോ. ഇത് നമുക്ക് തോന്നും പകുതി ഇല്യൂഷൻ ആണ്. കാരണം നമ്മളെ ഈ ഷോൾഡറിന്റെ തൊട്ട് താഴെ വരെ, അതായത് ട്രൈസ് ഫുൾ എക്സ്പോഷർ ചെയ്ത് നമ്മൾ ഇത് മടക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആംസ് ബിഗ്ഗർ ആണ് എന്നുള്ളൊരു ഇല്യൂഷൻ നമുക്ക് ഇതിനകത്തോടെ ഉണ്ടാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അത് തന്നെയാണ് ഇതിൻ്റെ കിടിലൻ ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വെറും 10 സെക്കൻഡ് കൊണ്ടാണ് നിങ്ങൾക്ക് ഇത് കിടിലനായിട്ട് ഇത് നമ്മുടെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മേക്ക് ഓവർ ഫുൾ അങ്ങ് ചേഞ്ച് ആവുകയാണ്. എന്തൊരു കോൺഫിഡൻസ് വരുന്നുണ്ടെന്ന് അറിയാമോ നമുക്ക് അങ്ങനെ ചെയ്യുന്ന കഴിയുമ്പോൾ. ഇതിൽ ഇലൂഷനാണ് ഇത് പകുതി, പക്ഷെ എന്നാലും ഇത് കിടിലനൊരു ടിപ്പാണ്. അതെ, നമ്മുടെ ആംസ് ബിഗ്ഗർ ആണെന്ന് കാണിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഇല്യൂഷനാണ്. നമ്മുടെ ഷോൾഡറിന്റെ താഴെ വരെ നമ്മൾ ഈ കൈ നമ്മളിങ്ങനെ മടക്കി കയറ്റി വയ്ക്കുക. ഇനി ഷർട്ട് ഇടുന്ന അളിയന്മാർക്ക് വേണ്ടി കിടിലൻ ടിപ്പാണ് ഞാൻ തരാൻ പോകുന്നത്. അതായത് നമ്മൾ മലയാളീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷർട്ടാണ് കൂടുതലായിട്ടും ധരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ള ഒരു സൂപ്പർ ടിപ്പ് 10 സെക്കൻഡ് കൊണ്ട് നമുക്ക് എങ്ങനെ കിടിലുമായിട്ട് ലുക്കാണെന്നുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ സാധാരണ 2 ബട്ടൺ വരെ അഴിച്ചിടാറുണ്ടല്ലേ. ഇപ്പോൾ മൂന്നാമത് ഒരു ബട്ടണും കൂടെ അഴിച്ചിട്ടുണ്ട്. ഇതാണോ? ഇപ്പം എങ്ങനെയുണ്ട്? കൊള്ളാൻ മച്ചാൻ, അടിപൊളിയായിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഒരു ബട്ടൺ കൂടെ അയച്ചിട്ടപ്പോഴത്തേനും നമ്മളൊരു ബാഡ് ബോയ് ലുക്കിലോട്ട് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഒരുപാട് ടിക്ടോക്സ് ഒക്കെ ഇറങ്ങാറുണ്ട്. നമ്മൾ ഗുഡ് ബോയ് ബാഡ് ബോയിലോട്ട് പോകുന്നതിന് മെയിൻ സാധനം ഒരു ബട്ടൺ അഴിച്ചിടുന്നത്. പക്ഷെ ആക്ച്വലി ഇത് ശരിക്കും വർക്കിംഗ് ആണ് ഗൈസ്. ഇത് വർക്കിംഗ് ആയിട്ടുള്ള ഒരു ടിപ്പാണ് അല്ലേ? നമ്മുടെ അപ്പർ ചെസ്റ്റിന്റെ ഏരിയയും കൂടെ കാണുമ്പോൾ കുറച്ചും കൂടെ സെക്സി ആയിട്ടുള്ള ഒരു ലുക്ക് നമുക്ക് ഇതിനകത്തേക്ക് കൊണ്ടുവരാൻ പറ്റും. മാത്രമല്ല ഈ ചൂട് സമയത്ത് ഒരു ബട്ടൺസ് കൂടെ അഴിച്ചിടുന്നതാണ് നല്ലത്. ഷർട്ടി മാത്രമല്ല, നമുക്ക് ടീഷർട്ടിനകത്തും ഈ ടിപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല വ്യത്യാസം വരും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ ഗൈസ്, ഇങ്ങനെ ബട്ടൺസ് ഫുള്ളിട്ട് ഇങ്ങനെ ഞാൻ നിൽക്കുന്നതും, നേരെ മറിച്ച് ഈ ബട്ടൺസ് 2 ഇങ്ങനെ അഴിച്ചിട്ടിട്ട് ഇങ്ങനെ അടിപൊളിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് തമ്മിലുള്ള ചേഞ്ച്. അതായത് 10 സെക്കൻഡ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണത്. അതായത് ഒരു ബട്ടൺസും കൂടെ ഒരു ബട്ടൺസ് നമ്മൾ ഇവിടെ വരെ ഇടും, ഈ ഒരു ബട്ടൺസും കൂടെ അടിക്കുക. നമ്മുടെ ഈ ഒരു ചെസ്റ്റും നമ്മുടെ ഫുള്ള് ലുക്ക് അങ്ങ് മാറി ഗൈസ്. നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ നിങ്ങൾക്ക് വല്ല നെക്ലൈസ് ഒക്കെ ഉണ്ട്, അത് നമുക്ക് കോംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്യാം. നമുക്കൊരു എഡ്ജി ലുക്ക് കിട്ടുകയും ചെയ്യും നമുക്ക് അങ്ങനെ കാണിച്ച് ചെയ്യുമ്പോഴത്തേനും. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ 2ാമത്തെ ടിപ്പ്. നമുക്ക് മൂന്നാമത്തെ ടിപ്പിലോട്ട് പോയാലും. മൂന്നാമത്തെ ടിപ്പിലേക്ക് പോയി കളയാം. അപ്പോൾ നമുക്ക് 10 സെക്കൻഡ് കൊണ്ട് സ്റ്റൈലിഷ് ആവാനുള്ള 3ാമത്തെ ടിപ്പാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. 3ാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഡെഫിനറ്റ്ലി അതും ഷർട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, ഞാൻ 2 കൈയും റോളപ്പ് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പോൾ നമുക്ക് ഒരു കൈ റോൾ ഡൗൺ ചെയ്ത്, അതായത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അഴിച്ചിട്ട് നോക്കാം. നമ്മൾ ഈ ഫോറാംസിൻ്റെ ഒരു മാജിക്കാണ് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത്. അതായത് നമ്മൾ ഫോറാംസ് ഷോ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എത്രത്തോളം സ്റ്റൈലിഷ് ആകാൻ പറ്റും എന്നുള്ളൊരു സംഭവമാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. എങ്ങനെ 10 സെക്കൻഡ് കൊണ്ട് സ്റ്റൈലിഷ് ആവുന്നു നോക്കിയോ. അപ്പം ഇതാണ് എൻ്റെ സ്ലീവ് ഇറക്കിയിട്ടേക്കുന്ന കൈ. നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ ഗൈസ്, ഇതാണ് ബിഫോർ ലുക്ക്. ആഫ്റ്റർ ലുക്ക് നമ്മൾ കാണിച്ചു തരാം. ആഫ്റ്റർ ലുക്ക് ഗൈസ്,
മച്ചന്മാരെ ഇതാണ് ആഫ്റ്റർ ലുക്ക്. നമുക്കൊരു പൊളി സ്റ്റൈലിഷ് സെക്സി നിഞ്ച സ്റ്റൈൽ കിട്ടും. അതായത് ഫോർ ആംസ് എക്സ്പോഷർ ചെയ്യുന്നതോടുകൂടി നമുക്കൊരു പൊളി ലുക്ക് നമുക്ക് വരും എന്നുള്ളതിൻ്റെ കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതായത് വെറും 10 സെക്കൻഡ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഞങ്ങളുടെ 4ാമത്തെ ടിപ്പായിരുന്നു ഇത്. ജസ്റ്റ് നമ്മുടെ ഫോർ ആംസ് റോളപ്പ് ചെയ്ത് വെക്കുക. ജസ്റ്റ് ആ ഫോർ ആംസ് റോളപ്പ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ലുക്ക് ഫുൾ അങ്ങ് മാറുവാണ് കേട്ടോ. ഫോർ ആംസ് എനിക്കിത് ഇങ്ങനെ റോൾ ഡൗൺ ചെയ്തിടാൻ താല്പര്യമില്ല. അപ്പം ഞാനിത് വീണ്ടും മേലോട്ട് കയറ്റി വയ്ക്കുകയാണ്, റോളപ്പ് ചെയ്ത് വെക്കുകയാണ്. അപ്പം നമ്മൾ 4 ടിപ്സാണ് നമ്മളിപ്പോൾ പറഞ്ഞേക്കുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്ന 10 സെക്കൻഡിൽ എങ്ങനെ സ്റ്റൈലിഷ് ആകാമെന്ന് കാണാൻ പോകുന്നത് നമ്മുടെ 5ാമത്തെ ടിപ്പിലേക്ക് നമ്മൾ കിടക്കുകയാണ് ഗൈസ്. എന്താണ് നമ്മുടെ 5ാമത്തെ ടിപ്പ്? എന്താ നമ്മുടെ 5ാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ഷർട്ട് ധരിക്കുന്നവർക്ക് വേണ്ടി തന്നെയുള്ള അല്ലേ. അതായത് നമുക്കറിയാം, നമ്മൾ സാധാരണ ഓഫീസിലൊക്കെ പോകുന്നവർ എന്നും കാണുന്നതാണ്, എപ്പോഴും അത് ഇൻസേർട്ട് ആയിട്ടിരിക്കണം എന്ന് തന്നെയില്ല, സൈഡിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്ന കാണാം. അത് വളരെ വൃത്തികെട്ട ഒരു അവസ്ഥയല്ലേ. നമുക്ക് ശരിക്കും പറഞ്ഞാൽ കോൺഫിഡൻസ് തന്നെയല്ലേ. പറഞ്ഞില്ല സോറി ഗൈസ്. എനിക്ക് കൺഫ്യൂഷൻ ഒന്നും ഇല്ല കേട്ടോ ഗൈസ്. ഇവന് എന്തോ പറയുന്നതെന്ന് പോലും അറിയത്തില്ല ഗൈസ്. ഇവന്റെ കൂടെ ഞാൻ എങ്ങനെ വീഡിയോ ചെയ്യും ഗൈസ്? സോറി എനിക്ക് പെട്ടെന്ന് ഒരു കൺഫ്യൂഷൻ വന്നത്. നമ്മൾ പറഞ്ഞ ടിപ്പായിരുന്നു. അപ്പം നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് മിലിറ്ററി ടക്കിംഗ് എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ്. ഞാനിപ്പോൾ സമയം കളഞ്ഞോട് പെട്ടെന്ന് നമ്മൾ പറഞ്ഞു പോകാം. മിലിറ്ററി ടക്കിംഗ് എന്ന് പറയുന്നൊരു കാര്യത്തെക്കുറിച്ചാണ്. നമ്മൾ എപ്പോഴും ഓഫീസിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഈ ഷർട്ട് ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ബാഗ് ആയിട്ട് നിൽക്കും, ഇല്ലെങ്കിൽ ഇങ്ങനെ പുറത്തേക്ക് ചാടി വരുന്നൊരു പ്രശ്നം നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. ഇങ്ങനെ പുറത്തേക്ക് ചാടി വരാതെ ഇങ്ങനെ കറക്റ്റായിട്ട് പക്കായിട്ട് ഇൻസേർട്ട് ചെയ്യുക എന്നുള്ള കാര്യമാണ് ഇപ്പം നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ മച്ചന്മാരെ, അപ്പം എന്നെ എനിക്ക് ഡെഫിനറ്റ്ലി എനിക്ക് ഫുള്ളായിട്ട് കാണിച്ചു തരാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിത് ഓൾറെഡി ടൈലർ ചെയ്ത് പോയി. ഞാൻ ഷർട്ട് മേടിച്ചപ്പോൾ തന്നെ ഉണ്ടോ ടക്കിങ് ചെയ്തിട്ടുണ്ട് ഞാൻ ബാക്കൊക്കെ. അപ്പോൾ എനിക്കിത് ഇനിയിപ്പോൾ സൈഡിലോട്ട് ചാടി വരുന്നവർക്ക് പേടിക്കണ്ട. എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത്. നിങ്ങൾ ഷർട്ട് മേടിക്കുമ്പോൾ ഒരു 20 രൂപ കൊടുത്ത് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. പക്ഷേ ഇൻ കേസ് ഇത് ചെയ്തിട്ടില്ലെങ്കിൽ 10 സെക്കൻഡ് കൊണ്ട് തന്നെ നിങ്ങൾക്കത് മൊത്തത്തിൽ മാറ്റിയെടുക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. കേട്ടോ, നമ്മൾ ഈ 2 സൈഡ്, ഈ താഴത്തോട്ട് പുറത്തോട്ട് വന്നിരിക്കുന്ന ഈ 2 സൈഡ് ഇങ്ങനെ മടക്കുക. ഇങ്ങനെ മടക്കിയ ശേഷം നിങ്ങൾ പാൻറ്റിലോട്ട് ഇൻസേർട്ട് ചെയ്ത ശേഷം നിങ്ങൾ ഇൻസേർട്ട് ചെയ്യും. ഇതിപ്പോൾ ഞാൻ ഇത് ഓൾറെഡി ടൈലർ ചെയ്തപ്പോൾ തന്നെ ടക്ക് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് അത് നമ്മൾ അങ്ങനെ തന്നെ നിൽക്കും. നേരെ മറിച്ച് മിലിറ്ററി ടക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് മടക്കിയ ശേഷം ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് അതുപോലെ ആ പൊസിഷനിൽ തന്നെ നിന്നോളും മച്ചാമാരെ. ആ ഒരു ടൈലർ സെറ്റപ്പ് നിങ്ങൾക്ക് കിട്ടും. പിന്നെ അത് എത്ര കൂടുതൽ നേരം നിൽക്കാനായിട്ട് നമുക്ക് വേണം വേറൊരു ഐഡിയ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ ഡബിൾ സൈഡ് ടേപ്പ് ഉണ്ടല്ലോ മച്ചാമാരെ, ഡബിൾ സൈഡ് ടേപ്പ് മേടിച്ചിട്ട് നമ്മളത് ഇങ്ങനെ മടക്കിയിട്ട് ടേപ്പ് അതിനകത്തേക്ക് ഒട്ടിച്ചിട്ട് നമുക്കിങ്ങനെ പിന്നെ ഇൻസേർട്ട് ചെയ്ത് വയ്ക്കാം. അതെ, അത് കിടിലം കേട്ടോ. അതാണ് നമ്മുടെ ടെക്നിക്ക്. അപ്പം വേറെ അതിൻ്റെ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് അതിനകത്ത് ഏറ്റവും കൂടുതൽ നല്ലതായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൈലർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. പക്ഷേ നമുക്ക് ഇങ്ങനെയും ചെയ്യാതെ ഈ മിലിറ്ററി ടക്കിങ് അല്ലേ, മിലിറ്ററി ടക്കിങ് ആണ് പറയുന്നതിന്. അപ്പം ഇനി നമുക്ക് നമ്മുടെ 5ാമത്തെ അവസാനത്തെ ടിപ്പിലോട്ട് പോയാലോ. 10 സെക്കൻഡ് കൊണ്ട് എങ്ങനെ കിടിലാന്നുള്ളത് നമ്മുടെ 5ാമത്തെ ടിപ്പ്. അപ്പോൾ ഈ 5ാമത്തെ ടിപ്പ് കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ മഹാദേവനാണ്. അതെങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം ഗൈസ്. അതിന് ക്യാമറ ജസ്റ്റ് ചെറുതായിട്ടൊന്നും എടുത്ത് ഇങ്ങനെ കാണിച്ചു കൊടുക്കണം. കാലിൻ്റെ നമ്മൾ ആംഗിളിൻ്റെ ഒപ്പം നമ്മൾ ഈ സ്ലീവ് മറ്റേ പാൻറ്റിൻ്റെ മടക്കി വെക്കുക എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. നമ്മൾ പാൻറ്റ് ലൂസാക്കിയിടാതെ പാൻറ്റ് സ്വല്പം മടക്കി വെക്കുക. ഇതെല്ലാം ടെക്നിക്ക്, ഈ ടെക്നിക്ക് മച്ചന്മാർക്ക് എല്ലാം അറിയാവുന്ന, എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മളെല്ലാ പയ്യന്മാർക്ക് എല്ലാത്ത രീതിയിൽ മടക്കി വെക്കുക എന്നുള്ളത് നമ്മൾ സെറ്റാക്കി കാണിച്ചു തരാം. നമ്മളെ എല്ലാ ഫ്രീക്കന്മാരും ചെയ്യുന്ന ഒരു സ്റ്റൈലാണിത്. പക്ഷെ നമുക്കിതൊന്ന് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു കാലിൽ അഴിച്ചിട്ടിട്ട് നമ്മൾ മറ്റേ കാലിൽ നമ്മൾ എന്നാ ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട്, മടക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാവും. ഓക്കെ, ഇൻസ്റ്റന്റേനിയസ്ലി, അതായത് വെറും 10 സെക്കൻഡ് കൊണ്ട് സ്റ്റൈലിഷ് ആകാൻ പറ്റുന്ന 5 ടിപ്സാണ് ഞങ്ങളിപ്പോൾ പറഞ്ഞത്. നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നമുക്ക് ഭയങ്കര ആക്ഷനിൽ പെട്ടെന്ന് തന്നെ കൊണ്ടുവരാൻ പറ്റുന്ന ചില കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇപ്പോൾ ഞങ്ങൾ രണ്ടാമത് വെച്ചപ്പോൾ ജസ്റ്റ് ചെറുതായിട്ട് ബാക്ക്ഗ്രൗണ്ട് ഒന്ന് മാറിയിട്ടുണ്ട്, സോറി കേട്ടോ ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇതുപോലത്തെ കിടിലൻ വീഡിയോസുമായിട്ട് ഇനി വീണ്ടും വരുന്നതായിരിക്കും ഇല്ലേ. അപ്പോൾ അടുത്ത ചാനലിൽ നമ്മൾ ഇതുപോലത്തെ ഒരു പൊളി കണ്ടൻറ്റുമായിട്ട് വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ എന്ത് ടൈപ്പ് കണ്ടൻറ്റാണ് നമ്മുടെ വീഡിയോയിൽ ഇനി പോസ്റ്റ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ ഞങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയണം. അതുപോലെ ഞങ്ങളുടെ വീഡിയോ ചെയ്യുന്നതിൽ എന്തെങ്കിലും കുറ്റങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നമുക്ക് പറഞ്ഞു തരണം. നമ്മൾ കമൻറ്റ് ബോക്സിൽ എല്ലാ അഭിപ്രായങ്ങളും നിങ്ങൾ പറയണം. ഡെഫിനറ്റ്ലി ഞങ്ങൾ അതിനനുസരിച്ച് ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള വേരിയേഷൻസ് വരുത്തുന്നതായിരിക്കും. അപ്പോൾ ഏതായാലും നമുക്ക് പോയാലോ. നമുക്കിനി അടുത്ത വീഡിയോയായി കാണാം. അതുവരെ മച്ചാന്മാരെല്ലാവരും സ്റ്റൈലിഷ് ആയിട്ടിരിക്കുക, പൊളിയായിട്ടിരിക്കുക. നിങ്ങൾ പൊളിയാണ് മച്ചാനെ. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ, ശ്രീഹരി ആൻഡ് മഹാദേവൻ സൈനിങ് ഔട്ട് ഫ്രം മലയാളി ആൻഡ് അല്ലേ മലയാളം ഫാഷൻ.